ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ട് ഇന്ന് ഇന്ത്യൻ ബൈക്കല്ല, ഇന്ന് മൈൻക്രാഫ്റ്റാണ്. ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ച എൻ്റെ ഫേവറേറ്റ് ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ സർവൈവൽ വേൾഡ് അപ്പോൾ നമ്മൾ ആദ്യത്തെ മൈൻക്രാഫ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ എന്തെങ്കിലും മൈൻക്രാഫ്റ്റ് ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഡിഫോൾട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ കറണ്ട് സ്കിൻ ഇതാണ്. പിന്നെ ഞാൻ സ്കിൻ മാറ്റും, നല്ലൊരു സ്കിന്നൊക്കെ എടുക്കും. എൻ്റെ ഇത് കാണില്ല, സെറ്റിങ്സ് കാണില്ല. ഇതിപ്പോൾ ഹാർഡ് മോഡാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ഡേർട്ട് കളക്ട് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനെ ഡേർട്ട് കളക്ട് ചെയ്യുന്നതാണ്. ഡേർട്ട് കളക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു വീഡിയോ ഉണ്ടാക്കുകയാണ്. തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടിങ് ബേസ് എനിക്ക് ഇവിടെ ഇപ്പം തന്നെ ഒന്ന് പണിയണം. ഇതൊന്നും വാട്ടറില്ലേ, വെള്ളമില്ലേ, നദിക്കര ഇല്ലേ ഇത്. എനിക്ക് ഐലൻഡൊക്കെ ഇഷ്ടം. അവിടെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒലിച്ചിരുന്നു. അവിടെ പറഞ്ഞാൽ വീട് ഇന്ന് ഡേർട്ട് കൊണ്ടുപോയി അവിടെ പഠിച്ചു. അതേപോലെ നിങ്ങൾ ലൈക്ക് ഇനിയും ഗെയിമായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മളൊരു പുതിയൊരു സീരീസ് ആയിരിക്കും, മൈൻക്രാഫ്റ്റ് സീരീസ് ആയിരിക്കും. ഒന്നും വീഡിയോ ഇടാൻ പറ്റത്തില്ല, ഞാൻ ഇപ്പോഴേ പറയുകയാണ്. വീഡിയോ ഇടുന്നത് വല്ലപ്പോഴും 21 സ്റ്റാക്ക് ഡേട്ട് കൊണ്ടുപോകാം. ബട്ട് നിങ്ങൾക്ക് നല്ലോണം കളിക്കാൻ അറിയാവുന്ന ഈ ആൾക്കാരാണ്. പിന്നെ സുധിയാണ്. മൈൻക്രാഫ്റ്റ് കൂടുതലും ടിപ്സ് എനിക്ക് കിട്ടിയത് സുധിയുടെ തന്നെയാണ്. ഞാൻ മൈൻക്രാഫ്റ്റിലേക്ക് ന്യൂബാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ല, ന്യൂബാണെന്നറിയാമെങ്കിലൊന്നല്ല. എന്തോന്ന് നമ്മുടെ ഇന്നത്തെ ഇതിൻ്റെ ഗോളെന്ന് പറഞ്ഞാൽ മരം വെട്ടുക, വീടുണ്ടാക്കുക, പിന്നെ ബെഡ് ഉണ്ടാക്കുക, അതിനായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുക, ബെഡിൽ കിടന്ന് ഉറങ്ങുക. മെയിൻ ഗോളെന്ന് പറഞ്ഞാൽ എന്തുവാക്കണം? മെയിൻ ഗോള് ഒരു വീട് പണിയുക. പിന്നെ ഇന്ന് തന്നെ നമുക്ക് സ്റ്റോണിലോട്ട് മാറണം. ഇന്ന് മീൻസ് ടുഡേ അല്ല, ഈ ഒരു വീഡിയോയിൽ തന്നെ. ഗൈസ്, നിങ്ങൾ ക്രിയേറ്റീവ് മോഡ് കളിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ നമ്മൾക്ക് ക്രിയേറ്റീവ് മോഡ് കളിക്കുന്ന ടൈമിൽ രാവിലെ ഇച്ചിരി ടൈമല്ല, മീൻസ് മോർണിംഗ് ഒരു ഇച്ചിരി സമയം. ബട്ട് നൈറ്റ് ആവും, പെട്ടെന്ന് അങ്ങ് നൈറ്റ് ആവും. നൈറ്റ് കുറേ ടൈം സ്പെൻഡ് ചെയ്യും നമ്മൾ ബെഡിൽ കിടന്നിറങ്ങിയെങ്കിൽ. നൈറ്റ് സ്കിപ്പ് ചെയ്യണം. നമുക്ക് കുതിര ഒന്ന് ടൈം ചെയ്താൽ അതിൻ്റെ കൂടെ അപ്പുറത്തായിരിക്കും നല്ലത്. ഒരു ഹോസ്പിറ്റലൊക്കെ കുറേ പരിപാടിയുണ്ട്. ആദ്യം ഒരു ഡേറ്റ് ലൈഫാണ്, ഹൗസ്. നിങ്ങൾക്ക് ഞാൻ പിന്നെ പറയുകയാണ്, നിങ്ങൾക്ക് വല്ല ടിപ്സ് പറയാമെങ്കിൽ പ്ലീസ് കമൻറ്റ്. 56 പേടിച്ചു. ആ കീറടി കാര്യമൊക്കെ എനിക്കാണ് സൗണ്ട് ഡേട്ടൊക്കെ നല്ല ഈസിയായിട്ട് പൊട്ടിക്കാനല്ല. ഞാൻ ആദ്യമായിട്ടാണ് സർവൈവൽ ഹാർഡ് കളിക്കുന്നത്. പിന്നെ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് ഹാർഡ് കളിക്കുന്നത്, അല്ലാതെ ഞാൻ കളിച്ചിട്ടില്ല. എനിക്ക് നല്ല പേടിയാണ്. അവിടെ ലാമ ഇരിക്കുന്നു.
ഇവിടുന്ന് തന്നെ മരം വെട്ടിക്കൊണ്ട് പോയാലോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സീഡും കിട്ടി. അവിടെയാണെങ്കിൽ വെള്ളമുണ്ട്, നമുക്ക് പിന്നെ കുഴപ്പമില്ല. ഇപ്പം ഞാൻ പോകുന്ന വഴിക്ക് അവിടെ ഒരു ലാവാ പൂള് കാണണം. ഞാൻ അവിടെ തന്നെ വീടുണ്ടാക്കും എൻ്റെ അടുത്ത്. എന്തൊരു സൗണ്ട്! എനിക്ക് ഷാഡർ ഇട്ട് കളിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നും മനസ്സിലായി. എനിക്ക് റിയൽ ലൈഫിൽ നമുക്ക് തോന്നുന്ന രീതിയിലാണ് വൈബ്രൻ്റ് വിഷ്വൽസ് ആയിരുന്നെങ്കിൽ ഇത്രയും ആറ് ഒരെണ്ണം കൊണ്ട് നമുക്ക് എന്തോ സൗണ്ട് അടുത്ത് ഉണ്ടോ? സൗണ്ടിയുടെ സൗണ്ടല്ലേ ഞാൻ കേട്ടത്. ഓക്കെ, നമുക്ക് കിട്ടിയത്. ഞാൻ വിചാരിച്ചു പാമ്പിനാണെന്ന്. നമ്മളിപ്പം തുടക്കത്തിൽ ആദ്യമൊക്കെ നമ്മൾ കോപ്പർ കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ തരാം. നമ്മൾ കോപ്പർ ആർമറിലോട്ട് പോകണം, ഒരു സംശയമില്ല, മാറും. എനിക്ക് അത്രയൊക്കെ റീച്ച് ആകുമോ? അങ്ങനെ ഒരു മരം കംപ്ലീറ്റ് വെട്ടിയപ്പോൾ ഹലോ ഗൈസ്, എൻ്റെ ഫസ്റ്റ് മരണം ഒരു സോംബിയുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു. എൻ്റെ ഇവിടെ തൊട്ട് പിടിച്ചാലും എല്ലാം അമ്മമാരാ. പെട്ടെന്ന് തന്നെ ഒരു വീടങ്ങ് ഉണ്ടാക്കണം. വെള്ളത്തിനടി പോയി ബെഡ് ഉണ്ടായിരുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാമായിരുന്നു. പേടിച്ചു സൈഡിലോട്ടേ ഇല്ല. സോറി ബോസ്. മകളും ഇതെന്തോന്നു രാവിലെ അങ്ങനെ ടോപ്പി കയറി. ഞാൻ വിചാരിച്ചത് ഇവൻ എനിക്ക് വേണം. എനിക്ക് സ്പൈഡറിനെ അടിച്ചത് നല്ല ഇഷ്ടമാണ്. ഇത് നല്ല റയറായിട്ട് എനിക്ക് എൻ്റെ അയണാക്സ് എൻ്റെ ഫേവറേറ്റ്. ടീം വർക്ക് ഇവിടെ തന്നെ നേരെ ജീവനെ കിട്ടിയിരുന്നെങ്കിൽ ഫോൺ ആൽബം കാണുന്നതിനെ കണ്ട അപ്പോഴേ എടുത്തിരുന്നെങ്കിൽ ഞാൻ നോക്കിയില്ല. മൊത്തം
ഇത് രണ്ടാണ് ഞാൻ മരിച്ച്. രണ്ടാളും രണ്ടായി. ഞാനില്ല, എന്നെ നോക്കണ്ട, ഞാനിവിടെ ഇല്ല. കണ്ടം വഴി ഓടിച്ചു. ഞാൻ ഈ മലമുകളിലില്ല, ഇങ്ങോട്ട് വരണ്ട. ഞാനിവിടെ ഇല്ല. എന്റെ സാധനങ്ങൾ എടുത്തോണ്ട് അതൊരു സ്കെൽട്ടൺ അല്ലേടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ വന്നതെന്ന് തന്നെ മറന്നു പോകുന്നു. പൊട്ടനാണ്. അതാണ് അല്ല സൗണ്ട് തന്നെ ഒരുമാതിരി തോന്നുന്നു. ഞാൻ സൗണ്ട് കുറച്ചെടുക്ക്. ഒരുമാതിരി തോന്നുന്നു. വാ പൊട്ട്. രണ്ടുപേരും അടുത്ത് കുറച്ച് പൊട്ടിക്കാം. വാ ഒന്നിച്ച് വരട്ടെ. വാ അങ്ങനെ ഒന്നിച്ച് അങ്ങനെ വാ ഇതുവഴിയാ. മറ്റേ ചത്തില്ലേ? പൊട്ടടാ. പൊട്ട്. അപ്പോൾ എനിക്ക് അവന്മാരെ നല്ലൊരു സ്ഥലം തന്നു. ഈ ക്രീപ്പറുകൾ കുറച്ച് എനിക്ക് നല്ല പേടിയുണ്ട്. അവന്മാരെ നല്ല പേടിയുണ്ട്. അവന്മാരെ കുറച്ച് പാടാണ് അവരെ കൊല്ലാൻ. ഇവിടെ നമ്മൾ ആദ്യത്തെ ബേസ് എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ ഞാൻ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ എല്ലാം നിങ്ങൾ തിരിച്ചെടുത്ത് തരും. എനിക്കിന്ന് അതിൽ പകുതിയും ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് ടൂൾസ് പോലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സീരീസ് എന്തായാലും ഈ വർഷം കഴിഞ്ഞാൽ പോലും തീരത്തില്ല. എന്തായാലും ഞാൻ ഡയമണ്ടിലോട്ടൊന്നും പോകത്തില്ല. കൂടിപ്പോയ എൻ്റെ ഉള്ളിലോട്ടില്ല. ഞാൻ ചിലപ്പോൾ നെതർ പോർട്ടൽ പോലും ഉണ്ടാക്കത്തില്ല. അയ്യോ, ഞാൻ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം പറഞ്ഞില്ല. ബാക്കി എല്ലാം പറഞ്ഞു. എന്തുവാ വേണ്ടപ്പെട്ട കാര്യം? ഈ ഗെയിം നമ്മുടെ വേൾഡിൽ വീടുണ്ടാക്കിയതിൻ്റെ ഈ ഗുഹയുടെ മുകളിൽ കയറി രാത്രിയാകുമ്പോൾ സോംബീസ് എല്ലാം ഓടി വരും. ഹനാനിക്കാന്ന് വിളിച്ച്. ഓക്കെ, വീടാണ് സ്കെൽട്ടൺ. നമ്മുടെ നല്ല ക്ലീൻ പ്ലാറ്റ്ഫോം ആക്കണം നമുക്കിവിടെ. ക്രീപ്പറോട് ചർച്ച നല്ലൊരു താങ്ക്സ്. ക്രീപ്പറിനോട് മാത്രമേ എനിക്ക് താങ്ക്സ് പറയാനുള്ളൂ. മോജാങ്ങിനോട് പോലും പറയാം. പിന്നെയും മൂന്നാമത്തെ ആവണം. എനിക്ക് അത്രയ്ക്ക് ഹാർട്ടുള്ളൂ. ഞാൻ അത്രയ്ക്ക് കൊച്ചാണ്. ചുറ്റിനും ക്രീപ്പർ. അവിടെ ഒരെണ്ണത്തിനെ കണ്ട്. ഇതെന്തോ റിവീനാണ്. ആണ്. ഞാൻ മൊത്തത്തിൽ ട്രാപ്ഡാ. 14 മിനിറ്റായി ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതുവരെയായിട്ട് ഞാൻ 3 തവണ ചത്തി. സോംബി വില്ലേജർ അല്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വില്ലേജ് ഉണ്ട്. നിങ്ങൾ സോംബി വില്ലേജറിനെ കാണുകയാണെങ്കിൽ ഓർക്കണം. അപ്പോഴേ മനസ്സിലാകണം ഇതിൻ്റെ അടുത്ത് തന്നെ എവിടെയോ വില്ലേജേഴ്സ് ഇപ്പോൾ ഉണ്ടെന്ന്. മീൻസ് വില്ലേജ്. അത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ടാണ് ഞാൻ അവിടെ ഇടുക്കി കൊണ്ട് വീട് വെച്ചത്. പക്ഷെ കുഴപ്പമില്ല. ഇവിടെ നല്ല സൗണ്ട് ഉണ്ട്. ഇപ്പം വന്ന് വീണേന് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീർക്കുകയാണ്. ഞാൻ എന്തായാലും ഒന്നും കൂടെ പോയി മരിച്ചിട്ട് വരാം. അപ്പോൾ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇന്നത്തെ ഒരു ഗോൾ പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. ബൈ.